പ്രീമിയം കളക്ഷനിൽ വരുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് ഹാൻഡ്ലൂം ഖാദി കോട്ടണിലും ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിലും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻസ് ആണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കുമാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും ഇതിലേക്ക് 2 ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ പേസ്റ്റൽ ടോൺസിൽ വന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുള്ള മെഷീൻ എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുള്ള ഡിസൈന് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വന്നേക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ്. അതിലേക്ക് മെറൂൺ ഷെയ്ഡിലുള്ള വീവിങ് ആണ് ഒരു ഷെയ്ഡായിട്ട് വന്നേക്കുന്നത്. അതുപോലെ വരും സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേൺ. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലോട്ട് വന്നതാണ്. പിന്നെ ഇതിൻ്റെ യോക്കിലോട്ട് ഉണ്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഹാൻഡ് വർക്കാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഹാൻഡ്ലൂം നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയിലോട്ടാണ്. അതും ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് ഇതിന് തന്നേക്കുന്നത്. ശരിക്കും ഒരു ബൊട്ടിക് ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലോട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ. ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നല്ല സോഫ്റ്റ്നെസ് ആണ്. നല്ലതായിട്ട് ഒതുങ്ങിക്കിടക്കുന്നതാണ്. അതിലോട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിങ്ങും വന്നിട്ട് 4 കോർണറിലും ടാസൽസും വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ബോട്ടം വന്നിരിക്കുന്നത് നല്ല പ്യുവർ ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ മറ്റൊരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണിലോട്ട് ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വീവിങ് ആണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ബാക്കി ഹാൻഡ് വർക്കൊക്കെ ആ ഒരു സെയിം പോലെ തന്നെ ബ്ലാക്ക് കളർ ത്രെഡും അതുപോലെ ഷുഗർ ബീഡ്സ് ഓഫ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ദുപ്പട്ടയിലോട്ട് ബ്ലാക്ക് മിഡിലിൽ വന്നിട്ട് സൈഡിലോട്ട് ഓഫ് വൈറ്റ് കളറിലുള്ള പാറ്റേൺ വന്നിട്ട് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പ്രീമിയം കളക്ഷനിൽ തന്നെ വന്നിട്ടുള്ള ഡിസൈനാണ്. ഇത് വന്നിരിക്കുന്നത് ഹാൻഡ്ലൂം ഖാദി കോട്ടണിലോട്ടാണ്. ഫാബ്രിക് അത്ര നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലിലോട്ടാണ് ഇത് വരുന്നത്. പിന്നെ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കളേഴ്സ് എല്ലാം അതിൻ്റെ ദുപ്പട്ടയുടെയും ബോട്ടത്തിൻ്റെയും കളർ കോമ്പിനേഷൻ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ത്രെഡും സീക്വൻസും മിററും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുമാണ്. പിന്നെ അടുത്തതിൻ്റെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഹാൻഡ്ലൂം സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ടാണ്. ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ വീവിങ്ങും ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് പ്രിൻ്റഡാണ്. ചുറ്റും ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ. അപ്പോൾ ഈ ഒരു കളർ വന്നിട്ടുള്ളതിൻ്റെ ഒരു ബ്ലൂ ലാവൻഡർ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ബോട്ടത്തിലോട്ടും ദുപ്പട്ടയിലോട്ടുള്ളതൊക്കെ കോൺട്രാസ്റ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളത്. സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് വന്നിട്ടുള്ള സ്യൂട്ടാണ് ഇനി നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് ഒരു ഓഫ് വൈറ്റ് ക്രീമിഷ് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻ്റ് ആണ്. അതിൽ ബേർഡ്സ് പാരറ്റിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട്. അതുപോലെ ഫ്ലോറൽ പാറ്റേണും കൂടി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫാബ്രിക്കിനാണ് നല്ല നീളമുണ്ട്. അതിലൊരു ഡിഫറെൻറ്റ് ക്ലാസി ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈവൻ ഇതിൻ്റെ ഹെം ലൈനിലോട്ടാണെങ്കിലും തിക്കായിട്ടുള്ള രീതിയിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ട് ഏറ്റവും എൻഡിലോട്ട് ക്രോഷ്യ വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ബാക്ക് സൈഡ് ഇതിൻ്റെ ഒരു നെറ്റ് കോട്ട പ്ലെയിൻ ആയിട്ട് തന്നെ വരും. ഇനി ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ സൈഡ് 2 സൈഡിലുമായിട്ടും ആ ഒരു വീതിയിൽ തന്നെയുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ ആണെങ്കിലും ആ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ വർക്ക് വന്നിട്ട് ചുറ്റും ക്രോഷ്യ ലേസ് വരുന്നതാണ്. അതും ആ സോഫ്റ്റ് നെറ്റ് കോട്ടണിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിലാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു മിൻറ്റ് ഗ്രീൻ ടോണിലോട്ടാണ്. ഇനി ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതിൽ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡസ്റ്റി യെല്ലോ ഗ്രീൻ ടോണിലോട്ടാണ്. ഡിസൈനൊക്കെ അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലോട്ടുള്ള വർക്ക് ഡീറ്റെയിലിങ്ങും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഡിസൈനാണ്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡസ്റ്റി മിൻറ്റ് ഗ്രീൻ ടോണിലോട്ടാണ്. അതേ പാറ്റേൺ. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു നല്ലൊരു സ്കിൻ കളറാണ്. സ്കിൻ കളറിലേക്ക് ഒരു ലൈറ്റ് ബ്രൗണും കൂടെയൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കളർ ടോണിലോട്ടാണ് അത് വന്നിരിക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ ടോൺ. അങ്ങനെ 4 കളേഴ്സ് ആയിരുന്നു ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്.